Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കേരള അല്ല കേട്ടോ. അതെന്നാ ഈ റെസിപ്പി ഞാൻ ഇപ്രാവശ്യം എടുക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ എപ്പിസോഡിൽ റോമ വന്ന് പോയ പിന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാനൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയതാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ടേസ്റ്റ് നോക്കുവാണ് എങ്കിൽ നമ്മുടെ കേരള ആയിട്ട് ഒത്തിരി കമ്പയർ ചെയ്ത് അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്നും നമ്മൾ ഒരേപോലത്തെ കറി കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ തോന്നും. അപ്പം ദിവസവും ഇടിയപ്പം ഉള്ളിടത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കും അല്ലേ? ഈ പറഞ്ഞ കൂട്ട് എന്നാ ഇടിയപ്പത്തിനകത്ത് തേങ്ങായും പഞ്ചസാരയും വെച്ചൊന്ന് നോക്കും. ഒരു വെറൈറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഡിഷ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് വ്യത്യാസമാണെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്താൽ അത് അത്ര പോരാ, അല്ലെങ്കിൽ ഇത് വേറെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റും. കാര്യം വെച്ചാൽ ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മുടെ കേരള ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ എന്നും നമ്മുടെ ആ മട്ടൻ കറി തന്നെ സ്ഥിരം കഴിക്കാതെ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേരാണ് കുറച്ച് വ്യത്യാസമാണ്. എന്നാന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാല ചേർക്കണം, അല്ലാതെ തന്നെ തനിയെ അത് ഇടണം. പിന്നെ ഇതിനകത്ത് കടുക് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്തൊക്കെ ഒറ്റ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ബേസിക്കലി ഇവിടെ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത്. പഞ്ചാബ് നോർത്ത് സൈഡിൽ കൂടുതലും കടുകെണ്ണ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമാവത്തില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയലോഗ് തന്നെ ഞാൻ അത് എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യത്യാസമാണ്. പക്ഷെ ഒരു കേരള അല്ലെങ്കിൽ നമ്മുടെ ഒരു ആനീസ് ടച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ആ കടുകെണ്ണ ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കേരളമായിട്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ പഞ്ചാബി മട്ടൻ കറി ചെയ്ത് നോക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാ കഴിക്കണമെന്നറിയോ? നല്ല ചപ്പാത്തി നല്ല ചൂടോടെ കല്ലിന്നെടുത്ത് ആ ഗ്രേവി കൂട്ടി കഴിക്കുക. അല്ലെങ്കിൽ നല്ല ചൂട് ബറോട്ട എത്രയായാലും ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. പക്ഷെ എന്നാൽ ആ ചൂട് ബറോട്ടയും മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. മട്ടൻ്റെ വില എന്തായാലും താഴോട്ടല്ല പൊക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മേലോട്ട് പോവുക. സ്വർണ്ണ വില കൂടുന്ന പോലെ അങ്ങ് കയറുക. എന്നാലും മാസത്തിൽ ഒന്നൊന്ന് കഴിക്കാം കേട്ടോ, അതിന് വലിയ കുഴപ്പമൊന്നും. ഇനി അതിന് വേണ്ടിയ ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ചേരുവായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. അന്നേരം പിന്നെ അത് എഴുതിയെടുക്കാൻ മറക്കണ്ട, ഞാൻ പതുക്കെ പറഞ്ഞുതരാം. ഇതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇനി ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്നാന്നോ, കുറച്ച് പട്ടയില, നമ്മുടെ ഉണക്കയാലും മതി, ഒരു 2 എണ്ണം. പിന്നെ വേണ്ടിയത് ഇതിനകത്ത് 2 തരം ഏലക്കായല്ലേ കാണുന്നത്. ഒന്ന് നമ്മുടെ സാധാ ഏലക്കായും മറ്റാണെങ്കിൽ ബ്ലാക്ക് കാർഡമം എന്നാണ് പറയുന്നത്. അത് ഒരെണ്ണം എടുത്താൽ മതി. അതിന് ഇച്ചിരി മറ്റേ ഏലക്ക വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു വീര്യം കൂടുതലാണ്, അതുകൊണ്ട് ഒരെണ്ണം. പിന്നെ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പട്ട ഒരുപാട് വേണ്ട, ഒരു കഷ്ണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു. ഇത് 1 കിലോ മട്ടനാണ് എടുക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ഒരു 4 മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ്, അതായത് നീളത്തിലല്ല, കൊച്ചായിട്ട് അരിവല്ലേ അതുപോലെ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി, അതും ചതച്ചെടുത്തതാണ്. ഇത് കുറച്ച് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കുക. ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? 6 എണ്ണം എടുത്തേക്കുക. ഇതെന്നെ 6 എണ്ണം എടുത്തെന്ന് വെച്ചാൽ കുഞ്ഞു സൈസായിരുന്നു. അതാ മുഴുത്ത് തന്നേൽ ഒരു 4 എണ്ണം. ഇതിപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയാ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്. നമ്മുടെ കറിയുമായിട്ട് ഇച്ചിരി വ്യത്യാസപ്പെടുന്നത് ഇത് ചേർക്കുമ്പോഴാണ്. ഒത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ജീരകപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ലോ. പിന്നെ കുറച്ച് ഗരം മസാല. ഇപ്പോൾ പഞ്ചാബി മട്ടൻ കറി ആയതുകൊണ്ട് പഞ്ചാബി ഗരം മസാല നമ്മൾ ശരിക്കും ഇനി ചേർക്കണ്ടേ. പക്ഷെ നമുക്കത് ഇഷ്ടമാവില്ലാത്തതുകൊണ്ട് നമ്മുടെ ഗരം മസാല പൊടിച്ചത് എടുത്താൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തിയാണ് വേണ്ടത്. ഒത്തിരി ഇടണ്ട, ഒരു പിഞ്ച്. പിന്നെ മല്ലിയില. അപ്പം ആദ്യം എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം അടുപ്പ് അങ്ങോട്ട് കത്തിച്ച് വെച്ച് എണ്ണ ഒഴിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഒത്തിരി വർത്താനം പറയാൻ ഒക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ജലദോഷമുണ്ട്. ജലദോഷം ഉണ്ടായിട്ട് ഈ തുടങ്ങാത്തൊക്കെ ഇങ്ങനെ കുത്തി എങ്ങനെ എന്നാ പറയുന്നത്, ജലദോഷം വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ വർത്താനം പറയുമ്പോഴത്തേന് ചുമയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് നമ്മൾ എണ്ണ പാനിൽ ഒഴിച്ച് വെച്ചാൽ മട്ടൺ സാധാരണഗതിയിൽ നമുക്ക്
ഈ പാനയിലൊന്നും വെച്ചാലൊന്നും വേവുകയില്ല. പക്ഷെ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന കുറച്ച് ടെൻഡറായിട്ടാണ് മട്ടൺ. അന്നേരം ഒന്നുണ്ടല്ലോ പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ഞാനിത് വെച്ചാൽ. അല്ലേലുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വെക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പം ഇതിനകത്തോട്ട് 2 പട്ടയില ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഏലക്ക ഇടുക. പിന്നെ പട്ടയുടെ ഒരു കഷ്ണം, പിന്നെ അന്നേല് നമ്മുടെ ഗ്രാമ്പു. ഇതൊന്ന് നമ്മുടെ കടുക് പൊട്ടുന്ന കൂട്ട് ഒന്ന് പൊട്ടിക്കോട്ടെ. പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങ് ആഞ്ഞു പൊട്ടുക. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. പൊട്ടി കേട്ടോ, എൻ്റെ ഏകദേശം ചൂടായി. ഇനി ഞാൻ ഇതിനകത്തോട്ട് എൻ്റെ ഉള്ളി ഇടുക. ഇനി ഈ ഉള്ളിയുടെ മൂപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാ മട്ടൻ കറിയൊക്കെ വെക്കുന്ന കൂട്ട് ബ്രൗൺ തീരെ അങ്ങ് വാടുകയല്ലേ, അത് ഒക്കിയല്ല. ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണം. അതുവരെ നമുക്ക് അത് കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനൊക്കത്തുള്ളേ. അപ്പോൾ ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, ഇതിൻ്റെയും ഒരു എന്നാ പറയുന്ന ആ റോ ടേസ്റ്റ് ഒന്ന് പോണം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി. ഇത് ഒന്നെങ്കിൽ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മിക്സിയിൽ അടിച്ച് പ്യൂറി ആക്കി എടുത്താലും മതി. ഏതാ നമുക്ക് പെട്ടെന്ന് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. പ്യൂറി ആക്കിയാലുള്ള ഗുണം എന്നാണെന്നറിയോ, നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാവേ. അന്നേരം ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ഇതെന്നാ ചെയ്തതെന്നറിയോ, ഞാൻ എന്നാ ഇത് അരിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂക്കണം. പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് വെന്തേച്ച് അത് ഉടയുകയല്ലേ. അപ്പം അത്രയും സമയം കൊണ്ട് നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തോളും, അതിൻ്റെ ആ പച്ചച്ചവ് മാറിക്കോളും. പിന്നെ ഉള്ളി അതെല്ലാം നമ്മളൊന്ന് വെന്ത് അതിൻ്റെ റോ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം റോ ടേസ്റ്റും അങ്ങ് മാറും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞേ. പിന്നെ നേരെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ നമ്മൾ പ്യൂറി ആക്കി എടുത്താലും മതി, വേഗം കാര്യം നടക്കും. ഇപ്പം ഞാനിവിടെ എന്നാന്ന് വെച്ചാൽ പ്യൂറി ഒന്നും അല്ല എടുത്തേക്കുന്നത്, തക്കാളി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. അന്നേരം തക്കാളി ഇച്ചിരി വേവാനായിട്ടൊരു കുറച്ച് സമയം എടുക്കും. അത് സ്മാഷ് ആവണം, അതാ അതിൻ്റെ ഒരു പരുവേ. ഞാൻ നമ്മുടെ ടൊമാറ്റോ ഇച്ചിരി കഷ്ണമായിട്ടല്ലേ അരിഞ്ഞിട്ടേക്കുന്നത്. അന്നേരം അതിനെ ഇച്ചിരി ഒന്ന് സ്മാഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടായിരുന്നു. ഇപ്പം എൻ്റെ ടൊമാറ്റോ നല്ലോണം ആ ഉള്ളിയായിട്ട് ചേർന്നു. പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അതിൽ ഇതിനായി നല്ലതായിട്ട് എന്നാ പറയുന്നത്, ആ ഒരു ഗ്രേവി തിക്നെസ് ആയിട്ടില്ല, പക്ഷെ അത് നല്ല മൂത്തു വെന്തു എല്ലാം ആയി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്ന പൊടിയെല്ലാം ഇടണം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് പഞ്ചാബിലാന്നേലും കേരളത്തിലാന്നേലും ഞാൻ കാശ്മീരി മുളക് പൊടി ഇടത്തുള്ളൂ. അതിനാന്നേൽ ഈ പറഞ്ഞ കൂട്ട് എരിവുമില്ല, പക്ഷെ എന്നാൽ നല്ല നിറം കിട്ടും, നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവുമേ. ഇനി ഇടാൻ പോകുന്നത് എന്നാന്നോ, ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി ഞാനിത് മുഴുവൻ ഇടുകയില്ല, കുറച്ചേ എടുത്തുള്ളൂ, 1 ടീസ്പൂൺ ഇടാവേ. പിന്നെ അന്നേരം അതിൻ്റെ ചുവ ഇഷ്ടമാകുന്നതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടേച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ പിടിക്കുകയില്ല. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന മട്ടൻ കറിയിൽ നിന്ന് ഒരു വ്യത്യാസം എന്നാന്നോ, ഇതിനകത്ത് ഇവർ മല്ലിപ്പൊടി ചേർക്കുകയില്ല. അയ്യോ കൊളത്തില്ലായിരിക്കും എന്ന് ചിന്തിക്കുകയില്ല, ഒന്നുമില്ല കേട്ടോ. അതാവും ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് കുറച്ചൊരു വ്യത്യാസ ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ ആ മണം വരുന്നില്ല, ഞാൻ ആ പൊടിയെല്ലാം ചേർത്തപ്പോഴത്തേനും ആ മണം വരുന്നത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ ജീരകത്തിൻ്റെ മണമാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല, ഫുൾ ഇടണ്ട, ഹാഫ്. ഇനി നമ്മുടെ ആ പൊടി ഇച്ചിരി ഒന്ന് മൂക്കാനേ ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുവാന്ന്, നേരെ ആ പച്ചച്ചൊവ്വയൊന്ന് മാറും.
ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെഡ് കളറല്ല, നമ്മളൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും പറയല്ലേ, നല്ല മുരിച്ച് നല്ല കറുത്ത് അതേമാതിരി ആക്കിയെടുക്കണം, എന്നാലേ അതിനുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ആ കളർ ആവണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ ഇട്ടേക്കുന്ന പൊടിയുണ്ടല്ലോ അത് കുറച്ചൊന്ന് മൂത്ത് അതിൻ്റെ ഈ പറഞ്ഞ കൂട്ട് തന്നെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി ഇച്ചിരി ഒന്ന് മുരിയണം. അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അങ്ങ് പൊടി ഇടുവാന്നേല അരപ്പും വേവും നമ്മുടെ ആ ഉള്ളിയും തക്കാളിയല്ല അല്ലേ അതും കൂടെ ആവും. അതല്ല നമ്മൾ പെട്ടെന്നൊന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു ചീനച്ചട്ടി വെച്ചാൽ അതിനകത്തോട് മൂപ്പിച്ചെടുത്തേച്ചാലും മതി. അപ്പം പിന്നെ ഈ കിടന്ന് ഇച്ചിരി മെനക്കെടേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മട്ടൺ ഇടാൻ പോവാന്നേ. എന്നിട്ട് ഈ അരപ്പ് മുഴുവനും നമ്മുടെ ആ മട്ടനിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കും. ഞാനിപ്പോൾ ഉള്ളി വഴറ്റാൻ നേരം ഒന്നും ഉപ്പിട്ടിട്ടില്ല. ഇനി ഫസ്റ്റ് ടൈം ഉപ്പിടാൻ പോകുന്നത്. അന്നേരം എന്നാന്നോ, ഞാൻ മട്ടൺ വേവാൻ ഒരു ഇച്ചിരി സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ആ മട്ടനിൽ ആ ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ഇടുക. അല്ലാതെ പിന്നെ നമ്മൾ നോക്കിയേച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത്. ഇനി ഇതിനകത്തോട്ട് എന്നാന്നോ, നമ്മുടെ കുറച്ച് കസൂരി മേത്തി കുറച്ചിട്ടേച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഇതെല്ലാം ഞാൻ ആ ജീരകവും കസൂരി മേത്തിയും ഒക്കെ കുറച്ചിടാൻ പറയുന്നത് എന്നാന്നോ, നമുക്ക് അതിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമാണേ, പനീർ ബട്ടർ മസാലയിലൊക്കെ നമ്മൾ ഇടും. അതേപോലെ ഇതിനും നല്ല ടേസ്റ്റാണ്. പിന്നെ കൂടുതൽ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടുക. ഇതിപ്പം ഉള്ളി ഞാൻ ഇച്ചിരി വഴറ്റാനിട്ടില്ലേ, ഇത് ഞാൻ പറയുന്നത് എന്നാന്നോ, ഇത് ഇച്ചിരി വഴന്നാൽ പോരാ, ഒരു കുറച്ചൊരു ബ്രൗൺ ആവണം, ഒരു കാരമലൈസ്ഡ് കളർ ആവണം. കാരമൽ സിറപ്പ് എന്ന് പറയുന്നത് ശരിക്കും പഞ്ചസാര കരിക്കുന്നതിനാ കാരമലൈസ്ഡ് സിറപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ കാരമലൈസ്ഡ് ആക്കണം എന്ന് പറയാൻ കാര്യം ആ ടോൺ അല്ലെങ്കിൽ ആ ഒരു നിറം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇപ്പം മനസ്സിലായില്ലേ ആ നിറം എന്നാ ആവണമെന്ന്. നമ്മുടെ മട്ടന് ഏകദേശം ഒക്കെ ആയി. എന്നാന്നോ, നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ലതായിട്ട് വറ്റിയേച്ച് അതിങ്ങനെ പെരണ്ട് വരുവാന്നേ. പെരണ്ട് വരുമ്പോഴത്തേക്ക് എന്നാ പറയുക, നമ്മൾ ആ ഒരു എന്നാ പറയുക, നമ്മൾ സാധാരണ നമുക്ക് ഉണ്ടാക്കുന്ന മട്ടൻ പെരട്ട് പോലെ കുറച്ചൊരു തിക്കായിട്ട് ആ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വേണം. മാത്രമല്ല അത് കുറച്ചൊന്ന് മൊരിഞ്ഞ് ഒരു കറുത്ത നിറം അതാണ് ആവണ്ടേ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ലിഡ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ മട്ടൻ പെരട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവർ വരികയില്ല. നമുക്കിപ്പോൾ പഞ്ചാബിൽ പോയി നിന്നേച്ചാൽ മതി, അവിടെ ഒരു കസൂരി മേത്തിയുടെയൊക്കെ ഒരു മണവും ആ ഒരു പ്രത്യേക ഫ്ലേവേഴ്സ് അല്ലേ, ജീരകത്തിൻ്റെയും ഒക്കെ വരുന്നത്. ആ ഒരു മണമേ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒത്തിരി ഡിഫറെൻ്റ് ആണോ ഇത് ഈ ഒരു കറി. സ്ഥിരം മട്ടൻ കറി ആണെന്നും പറഞ്ഞിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയേ എന്ന് ചിന്തിക്കരുത്. പക്ഷേ ഇത് ബറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് ആട്ടോ ഈ കറി. ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് പെരളാനുണ്ടേ. അതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് എടുക്കാം. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ മെനക്കേടൊന്നുമില്ല. മുന്തിരിങ്ങ വെച്ചേച്ചാൽ ഇതേണ്ട കുറച്ച് പച്ച മുന്തിരിങ്ങ, അതായത് മധുരം ഉള്ളത്. പിന്നെ വേണ്ടിയത് കുറച്ച് ചുമന്ന മുന്തിരിങ്ങ. അത് മറ്റേ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളത് നല്ലതാ, കാരണം അതിൻ്റെ അപ്പിയറൻസ് മാത്രമേ ആ ചുവന്ന മുന്തിരിങ്ങയ്ക്ക് കളിയുള്ളൂ ഇതിനകത്ത്. ബാക്കി പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാരയാ. പിന്നെ വേണ്ടിയത് എന്തെങ്കിലും ഒരു സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7-Up ഏതെങ്കിലും ഒന്ന്. അതല്ല ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലബ് സോഡ ആയാലും മതി, വേറെ ഒന്നും വേണ്ട. ഇതിനകത്ത് വേറെ ജോലി ഒന്നും നമുക്ക് പ്രത്യേകിച്ചില്ല. എന്നാന്നറിയോ, നമ്മൾ ഇതിനകത്ത് ഈ പച്ച മുന്തിരിങ്ങ മാത്രമേ ജ്യൂസ് അടിക്കത്തുള്ളൂ. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി കുറച്ച് ചേർത്തേച്ചാൽ മതി. കാര്യം എന്നാന്നോ, ക്ലബ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര കണക്കിനിടുക. 7-Up ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ഒരു തിക്ക് ജ്യൂസാണ് അടിക്കണ്ടേ.
2 ഗ്ലാസ് വേണം. കുറച്ച് മുന്തിരിങ്ങ, അതായത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങ എടുത്തേച്ച് കുറച്ച് 2ആയിട്ട് കീറിയിടുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മുന്തിരിങ്ങ അടിച്ച ജ്യൂസില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കണം. അത് പക്ഷേ മുന്തിരിങ്ങ ആകുമ്പോൾ ഇച്ചിരി തൊലിയൊക്കെ ഇല്ലേ, അന്നേരം നമ്മൾ അരിച്ച് ഒഴിച്ച് വെച്ചാൽ മതിയേ. ഇപ്പോൾ ഹാഫ് പോർഷൻ നമ്മൾ ജ്യൂസ് എടുത്തു. ഇനിയാന്നു നമ്മുടെ 7up, അല്ലെന്നുണ്ടെങ്കിൽ ക്ലബ് സോഡ. ഇച്ചിരി ഐസും കൂടി ഇട്ടേച്ച് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല രുചിയാ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് എനിക്കിപ്പോൾ വന്ന പോലെ ജലദോഷമൊന്നും വരാതെ നോക്കുക. പിന്നെ ഇത് തണുത്തിട്ട് കൊടുക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാൻ പോവാ. പിന്നെ ഈ എന്നാ പറയുക, എൻ്റെ മട്ടണൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യണ്ടേ. ഞാൻ എന്തായാലും ഇതൊന്ന് തണുപ്പിക്കട്ടെ, ആദ്യം ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് വരെ. ഇതാണ് നമ്മുടെ പഞ്ചാബി മട്ടൻ കറി. ഇതിനൂടെ ഞാനിപ്പോൾ ബറോട്ടയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും കൂടെ ഏറ്റവും നല്ലതാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ തണുക്കാൻ വെച്ച ജ്യൂസ് ഇല്ലേ അതും കൂടെ എടുത്തുകൊണ്ട് വരാം. നമസ്തേ ചേട്ടാ. നമസ്തേ പറയാൻ നിവൃത്തിയില്ല, എന്റെ കയ്യിൽ 2 ജ്യൂസായി പോയി. ഞാൻ വെച്ചിട്ട് നമസ്തേ പറയാട്ടോ. ഇനി നമസ്തേ. നമസ്തേ ചേട്ടാ. ഈ ഡിഷ് എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ ഡിഷ് ഇത്? അത് നമ്മുടെ നാട്ടിലേ ബീഫ് അല്ല, വെരി സോറി, മട്ടൺ. നന്നായി. പക്ഷെ ആഹാര കാര്യത്തിനോട് ഞാൻ പറയുമ്പോഴേ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ ഭയങ്കര ആഹാരപ്രിയനാന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. മീനിനോടാണ് ഭയങ്കര പ്രിയം എന്നുള്ളതും എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇത് ചേട്ടൻ വിചാരിക്കുന്ന പോലെ നമ്മുടെ കേരള ഡിഷേ അല്ല. നമ്മൾ ഇന്ന് പഞ്ചാബി പോവാ. പഞ്ചാബിൽ ഉണ്ടാക്കണ മട്ടൺ കറിയാണ് അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഫ്ലേവറുമായിട്ട് ചേട്ടൻ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നു, സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അല്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കുടിവെള്ള സമരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ സമരം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 5-6 ദിവസം ജയിലിലിട്ട്. അപ്പോൾ അന്ന് തന്നെ മട്ടൻ കറിയായിരുന്നു അവിടെ. അപ്പോൾ കൂടെ ജയിലിലുണ്ടായിരുന്ന കുറച്ച് കുറ്റവാളികൾ കിടക്കുന്നവർ ചോദിച്ചു, വന്ന് ചാടിയപ്പോൾ തന്നെ മട്ടൻ കറിയാണല്ലോ പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്നെ മട്ടൻ കറിയാണ്. കൊള്ളക്കാലയ്ക്ക് എന്തായാലും പഞ്ചാബി. ചേട്ടനെ ഇങ്ങനെ മട്ടൻ കറി പിന്തുടർന്നോണ്ടിരിക്കുക. മട്ടൺ അല്ലേ ഭയങ്കരമായിട്ട് പാചകം ചെയ്യോ? പാചകത്തിന്റെ ആളാ. ഞാൻ ചേട്ടനോടല്ല ചോദിച്ചേ, ഭാര്യയോടാ ചെയ്യും. അതല്ല അനുജ ഇഷ്ടം പാചകം ചെയ്യാനൊക്കെ? വെറൈറ്റി നോക്കും. ആണോ? എനിക്ക് തോന്നുന്നു അതിന്റെ രഹസ്യം തോന്നുന്നു ചേട്ടൻ ഭയങ്കര എനർജറ്റിക് ആണ്. അല്ല, എന്റെ രഹസ്യമല്ല ഇത്. പലപ്പോഴും ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഇവളും കണ്ടിട്ട് ഈ ഉച്ച നേരങ്ങളിലുള്ള പരിപാടികളും അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ പാചക പരിപാടികൾ സ്ഥിരം കാണും. അതനുസരിച്ചിട്ട് ഉണ്ടാക്കലും കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ലയ വന്ന എപ്പിസോഡില് സംഭവം ഉണ്ടാക്കി തന്നു. എന്നിട്ട് എന്നാ അഭിപ്രായം പറഞ്ഞു? എനിക്കതൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയൊന്നും. എനിക്കിഷ്ടമല്ല. ചുമ്മാ സത്യം പറയുക. എനിക്ക് ഒരു കാര്യം ഉറപ്പാട്ടോ, ചേട്ടനാണെങ്കിൽ ഉള്ളതുപോലെയാ പറയുന്നേ. ഏതാ ഭക്ഷണം? ചേട്ടനും ഫിഷ് ആണല്ലോ ഇഷ്ടം. ചിക്കനോട് വലിയ ഇഷ്ടമല്ല. എന്നാ പിന്നെ അതങ്ങ് പറയാൻ മേല. അന്നേച്ചങ്ങ് ആഹാരത്തെ കുറ്റം പറഞ്ഞാൽ ഒക്കെയല്ല. ആഹാരത്തിന് കുറ്റം പറയണല്ല. ആഹാരം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയല്ലോ. നമ്മൾ കല്യാണം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ സദ്യ കുറച്ച് പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയും. ആകെ ഉണ്ടായത് പച്ചവെള്ളമാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ പറയണല്ല, കഴിച്ചു നോക്കിയിട്ടേ പറയുള്ളൂ. ഇത് മുമ്പിൽ കൊണ്ടൊന്നും വെച്ചിട്ട് തന്നൂല്ല. അങ്ങനെ ഓക്കെ, അതിന് തരാലോ. ഇതൊക്കെ മട്ടൺ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പറയാതെ. ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോ ഞാനങ്ങ് വേർത്തു. ദൈവം തമ്പുരാനെ വലിയ കുഴപ്പമാവുമല്ലോ അത്. എന്നാ പിന്നെ അധികം നേരം ഞാൻ ഇവിടെ നിർത്തുകയല്ല കേട്ടോ. ഇനിയിപ്പോ വേറെ വല്ലതൊക്കെ പറഞ്ഞാലോ ചേട്ടൻ പറഞ്ഞിരിക്കും. അത് ഞാൻ കൊണ്ടുവരാം, ചേട്ടൻ ചെന്നോളൂ.
വിളമ്പണോ? വേണമെന്നില്ല, വിശേഷമൊക്കെ പറഞ്ഞിട്ട്. അതാ എന്താന്നറിയാവോ, വേറൊന്നും കൊണ്ടല്ല, ചേട്ടന്റെ വിശേഷം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. മാത്രല്ല ചേട്ടന്റെ കുറെ സ്റ്റേജ് പ്രോഗ്രാംസും ഒത്തിരി ഷോസും ഞാൻ കണ്ടിട്ടുണ്ടേ. അതിനകത്ത് ഭയങ്കര എനർജറ്റിക്കാ വർത്താനം പറയുന്നത്. അത് മാത്രല്ല ചേട്ടന്റെ വർത്താനം ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് കേട്ടോണ്ട് വന്നാൽ ബോറടിക്കുവല്ലേ, അത്ര നല്ല സ്പിരിറ്റോട് കൂടിയാ വർത്താനം പറയുന്നത്. ചേച്ചിയുടെ എപ്പിസോഡ് കൊണ്ട് ബോറടിക്കൂല, വർത്താനം കേട്ട ബോറടിക്കൂല എന്ന് പറയും. ആണോ? എനിക്ക് ശരിക്കും വർത്താനം പറയാൻ ഒത്തിരി ഇഷ്ടമാണ് ചേട്ടാ. അന്നേരം ഈ പറഞ്ഞ കൂട്ട് അപ്പൊ ചേട്ടൻ ഇങ്ങനെ വർത്താനം കേൾക്കുമ്പോൾ ആ കൗണ്ടറൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, എന്റെ പിള്ളേർ പോലും ഇപ്പം ചേട്ടൻ്റെ ഒരു ഷോ വന്നു കഴിഞ്ഞാല് അവരിങ്ങനെ ഇരിക്കും. അവരെ പിന്നെ കഴിക്കാനോ പഠിക്കാനോ ഒന്നും വിളിക്കല്ല. ഈ എനർജിയുടെ രഹസ്യം ഒരു കാര്യം ചെയ്യണം, എനർജി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിള്ളേരും അമ്മയും കൂടി സാറിനോട് പറഞ്ഞിട്ട് 7-ാം തമ്പുരാൻ പടം എടുത്തിട്ട് എന്നെ നായകനാക്കുമ്പോൾ ഇത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ 7-ാം തമ്പുരാൻ അല്ലേ. പിന്നെന്താ, എനർജി നമ്മൾ ഉണ്ടാക്കണല്ലേ. എനർജി നല്ല ആളുകളായിട്ട് കൂടുമ്പോൾ എനർജി ഉണ്ടാവും, നല്ല സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ എനർജി ഉണ്ടാവും, നല്ല ഇഷ്ടമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ എനർജി ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും നമ്മൾ അതൊക്കെ ഒന്ന് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡള്ളാവും. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ എനർജി. സ്റ്റേജ് ഷോയിൽ എനർജി കാണിച്ചില്ലെങ്കിൽ പിന്നെ അവരാരെങ്കിലും പൈസ തരും, പിന്നെ മേലാൽ വിളിക്കുവോ? അതുകൊണ്ട് അതിൽ എനർജി വേണം. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനർജി വേണം എന്ന് പറഞ്ഞ പോലെ ആ ടൈമിനൊക്കെ എനർജി കാണിക്കണതാ, അല്ലാത്ത ടൈമിനൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ പിന്നെ പിഷാരി ചേട്ടനുമായിട്ട് ഇത്ര നല്ലൊരു റാപ്പ് ഔട്ട് വന്നത് എങ്ങനെയാ? അറിയാൻ പാടില്ല. എല്ലാവരും പറയും ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി ഉണ്ടെന്ന് പറയും, ബയോളജി ഉണ്ടെന്ന് പറയും. ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഇല്ല. അവന്റെ ഒരു സ്വഭാവം എന്റെ സ്വഭാവം. നിങ്ങൾ തമ്മിൽ രണ്ടും രണ്ട് എക്സ്ട്രീമാ അല്ലേ? അതും കേട്ടിട്ടുണ്ട്. പക്ഷെ ഔട്ട്പുട്ട് ഭയങ്കര എഫക്റ്റീവാ. ചിലപ്പോ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടി ഇതാകുമ്പോഴാണ് ബൾബ് കത്തുന്നതെന്ന് പറഞ്ഞ പോലെ കത്തിയതായിരിക്കും. പിഷാരി ചേട്ടൻ ശരിക്കും കൂടുതലും സ്റ്റേജ് പെർഫോമൻസിൽ ധർമ്മൻ ചേട്ടനെ പറ്റി പറഞ്ഞിട്ടാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു സ്റ്റേജ് കയ്യിലെടുക്കുന്നത്. ഇതേപോലെ തിരിച്ച് ചേട്ടന് പിഷാരി ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു അബദ്ധം, ഈ ഓണത്തിന് കൊടവയറുള്ള ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവും. മാവേലി ചില ഷോപ്പുകളുടെ മുമ്പിൽ, ചില സ്റ്റേജ് ഷോകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാവേലിന് ആവശ്യം വരും. അപ്പോൾ അന്നത്തെ കൊടവയറുള്ള ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ആർട്ടിസ്റ്റുകളാണെങ്കിലും അഭിനയിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പിഷാരുടെ ഫോൺ എനിക്ക് വന്നു, എടാ ഒരു മാവേലി ആകാൻ പറ്റിയിട്ട് ഒരാൾ വേണമല്ലോ എന്ന് പറഞ്ഞ്. ഇത്തിരി വയറൊക്കെ ഉള്ള ആളായാൽ നല്ലതാണ്. അപ്പോൾ നിൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോൾ കാട്ടിൽ ഒരു കൂട്ടുകാരനുണ്ട്, ബൈജു എന്ന് പറഞ്ഞിട്ട്. അവൻ അത്യാവശ്യം വയറൊക്കെ ഉള്ളതാണ്, അവൻ നിന്നോളും എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനെന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, 2000 രൂപ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവനത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. പിഷാരടി ഒരു ഇവൻറ്റുകാരുടെ പരിപാടിയായിരുന്നു, എന്തൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിനോട് സംബന്ധിച്ച്. അതിഥികൾ വരാൻ നേരത്ത് ഈ മാവേലി അവിടെ ചെല്ലുക, വെൽക്കം ചെയ്യുക, പരിപാടി കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് അവിടെ നിന്നിട്ട് പോരാം, അയാൾക്ക് 2000 രൂപയും കൊടുക്കും. പിഷാരടി അതിന് 10000 രൂപയും പറഞ്ഞു. മാവേലിയുടെ കമ്മീഷനടക്കം അതിനോടിട്ട് എൻ്റെ കൂട്ടുകാരനെ അതിലേക്ക് തള്ളി വിട്ട് ഇവനവിടെ പോയി മാവേലിയായിട്ടൊക്കെ നിന്ന് അവിടെ ഒരു വേഷമൊക്കെ കൊടുത്തു, കോടയൊക്കെ ചൂടി നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് അവരുടെ ലോഞ്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ നമ്മൾ സാധാരണ പോലെ തന്നെ എല്ലാ മദ്യങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായി. അവന് ഓരോന്നെ ഈ മാവേലി പതുക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓരോന്നെ അടിച്ചടിച്ചടിച്ച് ഇവൻ്റുകാർ പരിപാടി നിർത്തി പോകാൻ നേരത്ത് മാവേലി സൈഡായി. അപ്പോൾ അവിടെ നിന്ന് പിഷാരടിക്ക് വിളി തന്നു, ഇവിടെ മാവേലി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പിഷാരടി പറഞ്ഞു നിങ്ങൾ 2 അടിച്ചിട്ടായിരിക്കുള്ളൂ, നിങ്ങളൊരു മാറ്റി കിടത്തിയവർ പോയിക്കോളൂ എന്ന് പറഞ്ഞ്. തൊട്ടടുത്താണ്, എറണാകുളത്തുള്ളൊരു വലിയ സ്റ്റാർ ഹോട്ടലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പിഷാരടിക്ക് ഹോട്ടലിൽ നിന്ന് കോളു, സാറേ ആ ബില്ല് ഒന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. ഇവര് മാറ്റി കിടത്താൻ പറഞ്ഞില്ലേ, ഒരു സൂട്ട് റൂമിൽ കൊണ്ടൊക്കെ കിടത്തിട്ട് അതിന്റെ പൈസയും കൂടി പോയിട്ട് 8,000 രൂപ വേറെയുമായി. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പുള്ളൊരു ഓണക്കാലത്തായിരുന്നു. അങ്ങനെ അവന് അബദ്ധം പറ്റാത്തതാണ് പൈസയുടെ കാര്യത്തിൽ, ഇങ്ങനെ ഒരെണ്ണം പറ്റി. ചേട്ടാ ഈ സ്കിറ്റൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ തമാശക്കൊക്കെ? ഞങ്ങള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുള്ളൂ. ഫുൾ സ്ക്രിപ്റ്റായിട്ട് ഇങ്ങനെ എഴുതൽ ഞങ്ങൾ ചെയ്ത പരിപാടികൾക്ക് ഞാനും അവനും കൂടി ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറയുന്ന കെമിസ്ട്രി അവിടെയായിരുന്നു. ഞാൻ എന്ത് പറയും എന്നുള്ളത് സ്പോണ്ടേനിയസ് ആയിട്ട് അവൻ പറയുന്നതിന് മറുപടി ഞാൻ പറയുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. അത് ചെയ്ത് ശീലിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു 10-30 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വന്ന ഒരിതാ.
കളം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ആദ്യം ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ വലിയൊരു കോൺഫിഡൻസിലായിരിക്കില്ല തുടങ്ങുന്നത്. ഇപ്പൊ ചെറിയ തോന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര നമുക്കറിയാം ഇതായില്ലേ. അതാ ചേട്ടാ. അപ്പം ഈ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് ഇല്ല. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒരാളൊരു സ്കിറ്റ് കേൾപ്പിക്കുവാന്ന് വെച്ചു. അപ്പൊ ചേട്ടനാ എന്റെ എല്ലാം ചെയ്യുന്നത് എല്ലാമായി. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുകയാണ്, ഫസ്റ്റ് ടൈം ആയിട്ട് വായിച്ച് കേൾപ്പിക്കുക. അപ്പൊ കുറച്ച് പേരിങ്ങനെ സഭയിലുണ്ടെന്ന് വെച്ചു, അവരെല്ലാം ഇത് കേൾക്കാനായിട്ടിരിക്കുക. അപ്പൊ ചേട്ടന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണു, ഇതിപ്പോ ഇങ്ങനെ ആവും, ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ ആവുന്നു. തമാശയാണല്ലോ അതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇവരെല്ലാം കേട്ടേച്ച് ഇവർക്ക് ഒരു റിയാക്ഷനും ഇല്ലാതെ വന്നാലേ എന്നാ എടുക്കും? ആ ഒരു തമാശ പിഷാരടി പറഞ്ഞ തമാശയാണ് വേണ്ടെന്ന് പറയും. അപ്പൊ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഏക്കാത്ത കോമഡി ഉണ്ടെങ്കിൽ അവന്റെ തലയിൽ വെച്ച് കൊടുക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ അവൻ എന്റെ തലയിൽ വെച്ച് തരും. അതാണ് എന്റെ രണ്ടുപേരും സ്കിപ്പ് ചെയ്യുവേ. ഒരാളുടെ മേലെ കൊണ്ട് തല വെച്ച് കൊടുത്തേച്ചേ പുള്ളി രക്ഷപ്പെട്ടല്ലോ എത്രയായാലും. ഇപ്പൊ വീട്ടിലിരുന്ന ഹോംവർക്ക്സ് അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. കാരണം എഴുത്തായിരുന്നു എൻ്റെ ആദ്യത്തെ പരിപാടി. എഴുത്തിലൂടെയൊക്കെയാണ് വന്നത്. സീരിയൽ എഴുതിയും കാസറ്റുകൾ എഴുതിയൊക്കെയാണ് വന്നത്. അപ്പം അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു എളുപ്പപ്പണി പോലെ തോന്നി. വേറെ വലിയ കുഴപ്പമില്ലായിക, ഇത്രയും കഷ്ടപ്പെടണ്ട, തലയന്തിക്കണ്ട, റേറ്റിങ്ങിൻ്റെ കാര്യം അന്വേഷിക്കണ്ട, ഒന്നും അന്വേഷിക്കണ്ട. അപ്പം ഇത്തിരി മടി പിടിച്ചിട്ടുണ്ട്. ഒന്ന് സടപടഞ്ഞ് വേറെ തുടങ്ങിയിട്ടുണ്ട്. എഴുത്തൊക്കെ ഒന്നുകൂടി സ്ക്രിപ്റ്റ് തുടങ്ങി. സീരിയലിന് വേണ്ടിയിട്ടാണോ? അത് ഇല്ല, സീരിയല് ഫിലിമിന് വേണ്ടി സീരിയൽ എഴുതി. ഇനി ബാക്കിയുള്ള ശരിക്കും ഇപ്പം ചേട്ടൻ ഒരുപാട് മേഖലകളിൽ വെച്ചു. ഐ മീൻ കോമഡി വൈസ്, സ്ക്രിപ്റ്റ് വൈസ്, അഭിനയ വൈസ്, ഇതിൽ ഏതാ ചേട്ടാ ഏറ്റവും കംഫർട്ട്? ചെയ്യാൻ എളുപ്പം അഭിനയം തന്നെയാണ്. അതിനകത്ത് എല്ലാവരും അല്ല, എനിക്ക് ഈ ഡയറക്ഷൻ മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തം എടുത്ത് തലയിൽ വെക്കണം. എഴുത്തിനും എഴുത്തിൻ്റെ ആയിട്ടുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എഴുത്തൊരു സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷെ അതിനെക്കാട്ടി പരമസുഖമായിട്ടുള്ള ഏർപ്പാട് നിലവിലെ അഭിനയം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുത്തിനൊക്കെ എൻ്റെ ഇതായിട്ടുള്ളൊരു ഈ എഴുത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കുകയൊക്കെ വേണോ? വായനാശീലം വേണം. അപ്പൊ കുഞ്ഞുനാൾ മുതലേ ചേട്ടൻ വായനാശീലം അച്ഛനും ചേട്ടനും ഒക്കെ അത്യാവശ്യം വായിക്കുമായിരുന്നു. ഞാനും ഒരു 2 ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊരു പുസ്തകത്തിൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാനിപ്പോഴും ഈ ചില പരിപാടികൾക്കൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊമെൻ്റ് തരുമല്ലോ, ഞാനത് എനിക്ക് വേണ്ട. അത് വല്ല ചൈനയുടെ സാധനമായിരിക്കും. വീട്ടിൽ ചിലണേക്കുമ്പോൾ തന്നെ ഒടിഞ്ഞും പോകും. അതിനെക്കാട്ടും നല്ലൊരു 10 പുസ്തകം തന്നാൽ മതി എന്ന് പറയും. ഉണ്ട്, അത് നല്ല ഒരു കളക്ഷൻ പുസ്തകത്തിൻ്റെ ഉണ്ട്. ചെറുതിൽ തുടങ്ങി വായിക്കുമായിരുന്നു. ഇപ്പോൾ വായന കുറവാണ്. കൈ കിട്ടുന്ന എന്തും വായിക്കുക എന്നുള്ളതാണ് ശീലം. കുഞ്ഞുനാളും മുതലേ ഭയങ്കര വായനശീലവും പഠിത്തത്തിൽ മിടുക്കാനും. ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വായിക്കുമായിരുന്നു. പക്ഷെ മെമ്മറി വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. അതാണ് പ്രശ്നം. അതിൻ്റെ കൂടെ ഒരുത്തിന് കൂടെ ഉള്ളതുകൊണ്ട് കുറെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ശാരീരിക പണ്ട് വായിച്ചാണെങ്കിൽ ഇപ്പോഴും അറിയാം. 1ാം ക്ലാസ്സിൽ പദ്യം തുടങ്ങി 10ാം ക്ലാസ്സിൽ പദ്യം വരെ അവൻ കാണാണ്ട് ഇപ്പോഴും ചൊല്ലും. അത് ഭയങ്കര ഒരു മെമ്മറി ഉള്ള ആളാണ്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു കൊടുത്താൽ മതി. അത് കമ്പ്യൂട്ടറിൽ ടെക്നോളജി തലയിൽ ഇട്ടേക്കും. ശരിക്കും ഇതിലേക്ക് വന്ന എങ്ങനെയാ വെച്ചിട്ട് അഭിനയത്തിലേക്ക്? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട് മിമിക്രിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സീരിയൽ കാസറ്റുകൾ എഴുതി സ്ക്രിപ്റ്റുകൾ. അന്നൊരു ഓഡിയോ കാസറ്റിൻ്റെ തരംഗമുള്ള ടൈമാണല്ലോ. നാദിർ ഷാ, മണി, ദിലീപേട്ടൻ്റെ ഒക്കെ കാസറ്റുകൾ. അന്ന് അവരുടെ കൂട്ടത്തിൽ കുഞ്ഞെഴുത്തുകാരനായിട്ട് കൂടെ ഉണ്ടാവും. അറിയപ്പെടാത്തൊരു ആളായിട്ടുണ്ടായിരുന്നു കുറേ വർഷം, ഒരു 10 വർഷത്തോളം. അങ്ങനെ ആരും അറിയാതെ എന്ന് വെച്ചു. പിന്നെ സീരിയലുകൾ എഴുതി. പിന്നെ കാസറ്റുകളിലൊക്കെ പടം വരാൻ തുടങ്ങി. TV പ്രോഗ്രാമുകളിൽ വരാൻ തുടങ്ങി. സീരിയലിലേക്ക് എഴുതിയത് ശരിക്കും ചേട്ടൻ മനസ്സിനകത്ത് ഇങ്ങനെ കഥ ഒക്കെ ഉണ്ടായിരുന്നു? അതോ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ മെഗാ സീരിയലായിരുന്നു? അല്ല, ഡയറക്ടർ പറഞ്ഞു തന്നിട്ടാണോ അതോ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണോ ചെയ്തത്? നമ്മുടെ സ്ക്രിപ്റ്റാണ്, ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല. നമ്മൾ തന്നെ 1 ലൈൻ ഉണ്ടാക്കി ഓരോ ദിവസം ഓരോ കഥകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള. അപ്പൊ ഫിലിമിലേക്ക് ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണോ അഭിനയമാണോ? ഫിലിമിലേക്ക് വന്നത്. ഫിലിമിലേക്ക് ആദ്യം വന്നത് അഭിനയിക്കാനായിട്ടാണ്. ദിലീപേട്ടൻ്റെ പടത്തിലൂടെ ആദ്യമായിട്ട് അതെങ്ങനെ വന്ന ചേട്ടാ ചാൻസ്? നമ്മൾ പുള്ളിയുടെ TV ഷോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം വെറുതെ ഒരു ദിലീപേട്ടൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് ധർമ്മജ ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടാന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കുറച്ച് ദിവസങ്ങൾ വേണം, നല്ല വേഷമാണ്, അതിനെന്താ വരാമല്ലോ എന്ന് ഞാൻ. അപ്പോൾ ഞാൻ സിനിമയുടെ ദിലീപാണ്. എനിക്ക് മനസ്സിലായിട്ടാ, എൻ്റെ സൗണ്ട് എനിക്കറിയാമല്ലോ.
ഞാനൊന്നും ദ്രോഹിക്കാൻ വിളിച്ച പോലെയുള്ളൂ നിന്റെ പെരുമാറ്റം. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ അല്ലേ? ആ ഒരു ആങ്സൈറ്റി ഒന്നുമില്ല. എനിക്കിഷ്ടമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കും, സമയമൊക്കെ പറയും എന്ന് പറഞ്ഞു. എന്നിട്ടും വിളിക്കുകയോ ഇല്ലേ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഡ്രൈവിംഗ് അറിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പഠിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എൻ്റെ ഒരു മറുപടിയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ പുള്ളി എന്തെന്നാടാ ഇത്, നമ്മളൊരു സിനിമയ്ക്ക് വിളിക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റോ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറയുക. താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്നൊക്കെ കേട്ടാന്നൊക്കെ പറഞ്ഞു പുള്ളി തമാശക്ക്. അവിടെ ചെന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് അഭിനയിക്കാൻ നിന്നിട്ട് എല്ലാവരും കൂടി മോണിറ്ററിൻ്റെ ബാക്കിൽ പോയി നിൽക്കുക എൻ്റെ ആ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ. ഞാനിങ്ങനെ എന്നോട് 2 പ്രാവശ്യം പറഞ്ഞു തന്നു. ഞാൻ 2 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു. ഇത് നടന്നും പിടിച്ചൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ പൊസിഷനൊക്കെ നോക്കി വരേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ടേക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കൈയടി. അപ്പോഴാണ് എന്നെ ഉറപ്പിക്കണം ആ പടത്തിലേക്ക്. അവൻ ചെയ്യൂല്ല എന്നുള്ളത് നോക്കണതേ. എനിക്കറിയാൻ പാടില്ല. ട്രയൽ നോക്കിയിട്ട് അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോണത് അപ്പോഴാണ് അറിയണത് തന്നെ അപ്പോഴാണ് എടുത്തേക്കണേന്ന് നേരത്തെ പറഞ്ഞെങ്കിലും. അനുജ വീട്ടിലെങ്ങനെ ഭയങ്കര സീരിയസ് ആണോ തമാശയാണോ? രണ്ടുമുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, ചേട്ടന്റെ ഷോസും മറ്റുമൊക്കെ കണ്ടപ്പോ ചേട്ടൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടും നല്ല ജോളി ആയിട്ട് വർത്താനം. ഇതിപ്പോ ദിലീപേട്ടൻ ആദ്യമായിട്ട് വിളിച്ചവർ ഇങ്ങനെ മസിൽ പിടിച്ചൊക്കെയാ വർത്താനം പറയുന്നത്. അതെ, ആനീസ് കിച്ചണിൽ ഇങ്ങനെ മസിൽ പിടിക്കണ്ട. മസിൽ പിടിച്ചില്ലേ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തമാശ പറയുന്ന ആളായതുകൊണ്ട്. അതാണ് സീരിയസ് ആയിട്ട് തമാശ. പിന്നെ ഈ ചേട്ടൻ വീട്ടിൽ വന്ന് ഷൂട്ടിങ്ങിന്റെ വിശേഷവും സ്റ്റേജ് വിശേഷവും ഒക്കെ വീട്ടിൽ ഒന്ന് പറയാറുണ്ട്. ഈ ഏതെങ്കിലും ഒരു വിശേഷം വന്ന് പറഞ്ഞിട്ടേ ചേട്ടൻ തന്നെ സ്വയം പാരയായ എന്തെങ്കിലും വിശേഷം അങ്ങനെ ഉണ്ടല്ലേ? അതെന്നതാ അങ്ങനെ പറയാന്ന് വെച്ചാ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ഓർക്കുന്നില്ല. ചേട്ടൻ പറയും. ചേട്ടന് നല്ലൊരു അനുഭവം കാണും. ഞാനൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ അമേരിക്കയിൽ പോകാൻ വേണ്ടിട്ടേ ഒരു ലേഡി ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു ഞങ്ങൾ ഇതെടുക്കാൻ വേണ്ടി പോയതാ. വിസ അടിക്കാൻ വേണ്ടി മദ്രാസിൽ പോയതാ. അപ്പം എല്ലാവരും തിരിച്ചു പോന്നു. ദിലീപേട്ടൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാനും ഈ പെൺകുട്ടി മാത്രമേ പോയി അവിടെ. ഞങ്ങളിങ്ങനെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി അവിടെ 2 ദിവസം വെയിറ്റ് ചെയ്ത് പോകും, കിട്ടൂല, തിരിച്ചു വരും, പോകും, കിട്ടൂല, തിരിച്ചു വരും. അങ്ങനെ ഇടയ്ക്ക് കേൾക്കുമ്പോൾ നമ്പർ 1 വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇവിടെ സ്ഥലമൊന്നുമില്ല, ഹോട്ടലൊന്നുമില്ല ഏരിയയിൽ. ഞാനൊരു ബാങ്ക് കണ്ടിട്ട് ബാങ്കിൽ കയറി. ഞാൻ പുള്ളിക്കാരത്തി ആദ്യം കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്നു ഞാൻ കയറി. കാര്യം സാധിച്ചിട്ട് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇടപെടക്ക നടന്ന പോലെ പോന്നു. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സൗദിയിലേക്ക് പ്രോഗ്രാമിന് പോയി. ഈ ലേഡി ആർട്ടിസ്റ്റ് ദുബായിലേക്കും പോയി. തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കേട്ട് ചിരിച്ചു കഴിഞ്ഞു. 2-3 ദിവസമൊക്കെ കഴിഞ്ഞു. എൻ്റെ കൊച്ചിനൊരു ചെറിയ പനി വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോയിക്കോ, എനിക്ക് ഷൂട്ടിങ്ങുള്ളതല്ലേ, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല കൊണ്ടുപോകില്ല, അത് ധർമ്മജൻ എന്താണ് വരാത്തത്, കൊച്ചിന് അസുഖം എന്ന് പറയാൻ പോലെ പനിയായിട്ട് ഇവിടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ വണ്ടി എടുത്തു, ഡ്രൈവറുണ്ട്, കൊച്ചിനെ കൊണ്ട് പോയിക്കോ, എനിക്ക് ഷൂട്ടിങ്ങുള്ളതാണ്, പറയണം മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ ഇവിടെ പറഞ്ഞു ആ പെൺകൊച്ചിനെ കൊണ്ട് മൂത്രമൊഴിക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ, എൻ്റെ കൊച്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോ തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ച് 2 ദിവസം കഴിഞ്ഞാല് കിട്ടുവേ. അതിനുശേഷം ഒന്ന് കരുതിയിട്ടേ പറയുള്ളൂ. ഇല്ല, ഞാനങ്ങനെ മനസ്സിൽ വെക്കൂലാത്തോണ്ട് വിശേഷം എല്ലാം പറഞ്ഞു പോകും. അത് നല്ല കാര്യമല്ലേ? നമുക്ക് വിശേഷം ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടോ? അധികം പോയിട്ടില്ല, എന്നാലും കുറച്ച് പോയിട്ടുണ്ട്. ഇഷ്ടമാണ് ലൊക്കേഷനിലൊക്കെ പോവാന്? ലൊക്കേഷനിൽ പോകാൻ ഇഷ്ടമല്ല, നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരും. നമുക്ക് വന്നിട്ടുള്ളൂ. രാവിലെ പോകും, രാത്രി നമ്മൾ വരുള്ളൂ. റൂമിൽ ഇരിക്കേണ്ടി വരും അല്ലേ? അല്ല ലൊക്കേഷനിൽ പോവാറില്ല? ലൊക്കേഷനും പോയാലും വെറുതെ ഇരിക്കണമല്ലോ. അത് ശരിയാണ്. അപ്പൊ ബോറടിക്കും. എത്ര പിള്ളേര്? 2 കുട്ടികൾ. എന്നാ ചെയ്യുക പിള്ളേര്? ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മറ്റേ ചെറിയ ആളാണ്? അല്ല, മൂത്താള് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, ഇളയാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പിള്ളേർക്ക് ഇഷ്ടമാണ് ലൊക്കേഷനിലൊക്കെ പോവാനും? ഇഷ്ടം. ഓക്കെ. പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചേ, നിങ്ങളുടെ കല്യാണം ഒരു ചെറിയൊരു ചർച്ചയായതാണ്, അതൊന്ന് ഞങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ ചർച്ച ഉണ്ടായിരുന്നു, ചുമ്മാ ഉഴപ്പല്ലേ? അല്ല, ഞങ്ങള് സ്നേഹമായിരുന്നു. കല്യാണം കഴിക്കാനായിട്ട് 1-2 പ്രാവശ്യം ഇവളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ആൾ ചോദിച്ചു. സിനിമ സ്റ്റൈലാ? അപ്പോഴും തരുന്നില്ല.
സിനിമ സ്റ്റൈലൊന്നും ഇല്ല. ഓക്കെ. രണ്ടാമതും ചെന്ന് ചോദിച്ചു, തരുന്നില്ല. കാര്യം ഈ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണോണ്ട് അവർക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമുക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനമില്ല. ഇവരാണെങ്കിൽ ഇവരുടെ വീട്ടിലെല്ലാവരും ഗവൺമെന്റ് ജോബും അതൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അച്ഛനാണെങ്കിലും ആങ്ങളെയാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പൊ മോളെ വിടാൻ ഒരു ഉറപ്പ് പോലെ അല്ല. അപ്പൊ അതിന്റെ പേര് തന്നില്ല. അപ്പോഴും ഇങ്ങനെ എപ്പോഴും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കും കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പേടിയോ? അപ്പോൾ ഭയങ്കര ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് കിടന്ന് ജീവിച്ചിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇവളെ സംബന്ധിച്ചൊരു ഭീകരതയാണ്. ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വിട്ട് തലേദിവസം ഇതൊക്കെ താലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു വണ്ടിയും കൊണ്ട് റോട്ടിലിട്ടിട്ട് നമ്മുടെ ബൈപ്പാസിൽ ഇട്ട്, ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത വീട്. ഇവളൊരു ചെറിയ ഇതിനെന്താണ്ടൊരു SLC ബുക്കോ അതിൻ്റെ ഡിഗ്രിയുടെ മറ്റേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞു, അത് കയറിക്കോന്ന് പറഞ്ഞു. കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇറങ്ങിപ്പോണമെന്നുള്ളത് കരച്ചിലൊക്കെ. അപ്പോഴേക്കും വണ്ടി വിട്ടെടുത്തിട്ട് പോയി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ കൊണ്ട് താലികെട്ടി വീട്ടിലോട്ട് തന്നെ കൊണ്ട് വിളിച്ചോടാനൊന്നും പോയില്ല ഇങ്ങോട്ടും. അല്ല, ഇപ്പഴേ എല്ലാവർക്കും സമ്മതല്ലേ? ചേട്ടന്റെ വീട്ടിലെല്ലാരും സമ്മതല്ലേ? ഇവിടെ മാത്രല്ലേ എതിർത്ത് നിന്നുള്ളൂ. അന്ന് ഇറങ്ങാൻ പേടിയൊന്നും ഉണ്ടായില്ലേ? പേടിയുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തൊരു ധൈര്യം വന്നു. അതെ, ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തേക്ക് അല്ലേ? അത് ശരി. ചേട്ടാ, ഈ ധർമ്മജൻ എന്ന പേര് ശരിക്കും ഭയങ്കര റെയർ ആട്ടോ ഈ പേര്. അത് ഈ കുഞ്ഞുനാളില് സ്കൂളിൽ പഠിക്കുമ്പോ ധർമ്മജൻ എന്ന പേര് പിള്ളേർ എന്തെങ്കിലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴും പ്രശ്നമാണ്. ഇപ്പോഴും പിന്നെ അമൃതാഞ്ജൻ ബോൾഗാട്ടി എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അമൃതാഞ്ജൻ, ഹർഭജൻ. ഇന്നാള് ഗൾഫിൽ ചെന്നപ്പോ ഒരു ഭസ്മജൻ അല്ലേ, അങ്ങനെയൊക്കെ അവരെ വിളിക്കണത്. എനിക്കും ചെറുപ്പത്തിൽ എൻ്റെ പേര് ഇഷ്ടമായിരുന്നില്ല. സ്കൂളിലൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ദിലീപ്, അബി, രതീഷ് എന്നൊക്കെ പറഞ്ഞുള്ള പേര് ഹാജർ വിളിക്കുമ്പോൾ എൻ്റെ മാത്രം ധർമ്മരാജൻ എന്നൊക്കെ വിളിച്ചു കളയും. പിന്നെ കറക്റ്റായിട്ട് ടീച്ചർമാർ പോലും ഒന്നും പേരില്ല, ധർമ്മരാജൻ എന്നാണ്. ഇപ്പൊ കിട്ടിയ വോട്ടേഴ്സ് ID പോലും ധർമ്മരാജൻ, നീ അതുകൊണ്ട് തിരുത്താൻ നിൽക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്. പല സ്ഥലത്തും പോയിട്ടൊക്കെ അങ്ങനെയാണ് പ്രശ്നം. ചില സ്കൂളുകളിലൊക്കെ പോകാൻ നേരത്ത്, കോളേജിൽ പോകാൻ നേരത്ത് അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ എണീറ്റിട്ടുണ്ട്. വളരെ തിരക്കുകളുണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന ഭസ്മജൻ, ഹർഭജൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകും. ഇവർ കുറെ പേർക്ക് അങ്ങനെയല്ല, നമ്മളങ്ങനെ ഇതാക്കിയിട്ടാണ്. അപ്പൊ എൻ്റെ കൂടെ തന്നെ പറഞ്ഞതാണ്, ആ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞതാണ്, കപ്പൽ മുതലാളി എന്ന സിനിമയിലൂടെ വന്ന പീരാ ഷെഡ്ഡി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വിഷമം തോന്നിട്ടാരില്ല, നമ്മളതിനെ കോമഡി ആയിട്ട് എടുത്താൽ മതി. ശരിക്കും പറഞ്ഞ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടനെ അടുത്ത പിശാചി ചേട്ടനെയും കൂടെ പിടിച്ചിടുകയില്ലേ. എന്നാലും ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. ഞാൻ എന്റെ ജ്യൂസോ ഒന്നും തന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ചേട്ടാ, ഇത് നമ്മുടെ കുറ്റം പറയുന്ന ആളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഞാൻ പറയട്ടെ. ഇത് പഞ്ചാബിൽ പോയി കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി. ഇവിടെ മട്ടൺ എന്നും പറഞ്ഞ് കഴിക്കരുത്, മനസ്സിലായല്ലോ? ഇത് പിന്നെ നമ്മുടെ ദേശീയ പലഹാരം പൊറോട്ട ആയതുകൊണ്ട് തണുത്താലും ചൂടോടെ ഇരുന്നാലും ഉള്ള ഒരു വ്യത്യാസം നമുക്ക് എത്രയായാലും അറിയാം. ഇത് വെറും നമ്മുടെ ഒരു ഗ്രേപ്പ് ജ്യൂസ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ആഹാരം വിളമ്പിയേച്ച് കുറ്റം പറയുന്നതിന് മുമ്പ് ജാമ്യം എടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതിന് കുറ്റം കണ്ടുപിടിച്ച് മധുരം ഇല്ലെന്നോ അല്ലെങ്കിൽ മുന്തിരിങ്ങ പഴുത്തില്ലെന്നോ അതേലും പറയും. മുന്തിരിയുടെ ഒരു പുളിപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ബേസിക്കലി ഇങ്ങനെയാണോ? എന്നെ കൊടുത്താൽ നമ്മൾ അത്യാവശ്യം പാചകം ചെയ്യണോണ്ട് അറിയാൻ പറ്റും. അത് മീൻ മാത്രമല്ലേ ഉള്ളൂ? ഇറച്ചി ചെയ്യോ? ഞാൻ ചോദിക്കട്ടെ, ഇറച്ചി ചെയ്യോ? പിന്നെ അത് അനുജ ചെയ്യുന്നതാണോ ഏറ്റവും സ്വാദ്, അതോ ചേട്ടൻ ചെയ്യുന്നതാണോ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ ചെയ്യുന്നതാണ് അല്ലേ? എല്ലാവരും സ്ത്രീകൾ ചെയ്യുന്നതാണ് ഏറ്റവും രുചി. ചുമ്മാ കേട്ടോ, നാളെ പാചകമാണ് ഏറ്റവും നല്ലതെന്ന് പറയും. പറഞ്ഞേ, ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചിയുടെ പെരളനുമായിട്ട് നോക്കരുത്, കറിയായിട്ട് നോക്കരുത്, ഒന്നും ചെയ്യരുത്. പഞ്ചാബിൽ പോയി നിന്നേച്ച് വേണം നോക്കാൻ. പഞ്ചാബിലെ കറി നല്ലോണം വെന്തിട്ടുണ്ട്, രുചിയുണ്ട്. പിന്നെ ഒരു TV പരിപാടിയിൽ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളൊരിക്കലും ഒരു കറിനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്റെ പ്രേക്ഷകരോട് ഉള്ളത് പറയാം. അപ്പൊ പ്രേക്ഷകരോട് ഞാൻ പറയാം, പിന്നെ നിങ്ങള് ഈ ഡിഷ് പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിക്കുക. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടണമെന്നില്ല. അത് ഉണ്ടാക്കുന്നവരുടെ ചില കൈപ്പുണ്യം ഉണ്ടാവും, ചിലപ്പോൾ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരാം, ചെറിയൊരു ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് വരാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കണത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ. അത് തിന്നാൻ പറ്റുക തിന്നുക,
അയ്യോടാ അപ്പൊ കഴിച്ചതിന്റെ ഞാൻ കഴിച്ചല്ലോ. അതും കൂടെ പറയണം എന്റെ അല്ല ഞാൻ കഴിച്ചൊരു ടേസ്റ്റ് ഉണ്ട്, സത്യമായിട്ടും ടേസ്റ്റ് ഉണ്ട്. നല്ല ഗ്രേവിയാണ്, തിന്നാൻ പറ്റിയ ഒരു, ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് എന്തായാലും ഉള്ളത്. ജ്യൂസിന് എന്തെങ്കിലും പുളിപ്പുണ്ടോ നോക്കട്ടെ. കണ്ടോ കുറ്റം മാത്രം. ഇത് പിന്നെ എന്റെ ചേച്ചിമാരും അമ്മമാരും കണ്ട വഴിയിലിട്ട് തല്ലും ഉറപ്പാ. ഇല്ല എന്താണെന്നറിയാമോ, ഗ്രേപ്സിന്റെ പുളിയായിരുന്നു. ഇപ്പം ഇവിടുത്തെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് കറി വെക്കണ്ടാവും. അവരുടെ അനുഭവം എന്താണെന്നുള്ളത് കേരളം മുഴുവൻ നടന്നൊരു റിവ്യൂ എടുത്താലാണ് അറിയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട്, എനിക്ക് ഒരു പേടിയില്ല ചേട്ടാ, ധൈര്യമായിട്ട് എന്റെ അമ്മമാരോടും ചേച്ചിമാരോടും ചോദിക്കാം. ആ ഇതൊക്കെ എവിടെ പോയാൽ പഠിക്കണം ശരിക്കും? ഇവിടെ തന്നെ ഉണ്ടാക്കി പഠിക്കണതാണോ, ഇവിടെ വന്നേക്ക് മുമ്പ് ഒന്ന് വീട്ടിൽ പോയി ഉണ്ടാക്കി നോക്കുവോ? വീട്ടിൽ പരീക്ഷിക്കും പിന്നെ എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പരീക്ഷിക്കുള്ളൂ. വീട്ടിൽ പരീക്ഷിച്ചിട്ട് ആർക്കാ കൊടുക്കും? സാറിനാണോ കൊടുക്കുന്നത്? സാറിനും കൊടുക്കും, മക്കൾക്കും കൊടുക്കും. അവരുടെ ഒരു നല്ല ഇത് കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. കാര്യം ഏട്ടന് ഭയങ്കര ഈ പറഞ്ഞ കൂട്ട് ഭയങ്കര സ്വാദിനോട് ഭയങ്കര. ഞാൻ ഇന്റർവ്യൂലൊക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാചകത്തെ കുറിച്ച്, കല്യാണം കഴിഞ്ഞ ടൈമിന് അമ്മ പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ ഇന്റർവ്യൂസിൽ വായിച്ചിട്ടുണ്ട്. അമ്മ ആ ബേസ് ആയിട്ട് തന്നെ പഠിപ്പിച്ചേ. വെച്ചാൽ അമ്മ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം, പക്ഷെ ഈ പഞ്ചാബി മറ്റേ ലേറ്റസ്റ്റ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതൊക്കെ നമ്മളിപ്പം ഓരോന്ന് ചെയ്ത് പഠിച്ചൊക്കെയാ ചെയ്തേ. പക്ഷെ അമ്മയ്ക്കൊക്കെ നാടൻ ഭക്ഷണം, ഏട്ടനും അതാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒക്കെ പരീക്ഷിച്ച് കൊടുത്താൽ ഏട്ടന് ടേസ്റ്റ് ചെയ്യും. അനുജ പറഞ്ഞേ ഇനി എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ കുറ്റം മുഴുവൻ ഉണ്ടോ? കുറ്റമില്ല, നല്ലതാ. എന്താന്ന് വെച്ചാലേ നമ്മളെപ്പോഴും എന്തോരം ഈ സാധനങ്ങൾ ചേർക്കുന്നു അത്രയും ഇത് കൂടുക. ഞാൻ വീട്ടിലൊരു ചിക്കൻ വെക്കും, ഒന്നുമില്ല, കുരുമുളക്, ചിക്കൻ, ഇത്തിരി മഞ്ഞപ്പൊടി, നമ്മൾ വിഷമൊക്കെ പോകാൻ വേണ്ടി ചേർക്കണം മഞ്ഞപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രേ ഉള്ളൂ. ഇഞ്ചിയൊന്നും വേണ്ട. ഇഞ്ചി വേണ്ട, പച്ചമുളക്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പച്ചമുളകാണെങ്കിൽ ഇടാം, നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണെങ്കിൽ വിഷമില്ലാത്തതാണെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ല, വെറും കുരുമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിക്കനും. കുരുമുളക് പൊടിക്കും, മഞ്ഞപ്പൊടി, ഇത്രേ ഉള്ളൂ. മഞ്ഞപ്പൊടി നമ്മൾ ചെയ്യുന്നത് അത് ഒരു കോഴി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധാരണ അളവിൽ കിട്ടുന്ന കോഴി എന്ന് പറഞ്ഞാൽ 1.5 കിലോ 3 കിലോ 2 കിലോ വരെയൊക്കെ ഉള്ളതാണ് കോഴി. അതിനൊരു 1/2 കിലോ ചുവന്നുള്ളി എടുക്കുക. 1/2 കിലോ ചുവന്നുള്ളി, ഒരു 6-7 ഉണ്ട വരുന്ന വെളുത്തുള്ളി, രണ്ടും ഒരു മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൃതാകുമ്പോൾ തന്നെ ചതഞ്ഞ കിട്ടും. ചതച്ചെടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. ഒരു കുടം വെളുത്തുള്ളിയാന്നേ പറയുന്നേ, അതോ ഒരു 6 എണ്ണം വേണം, ഒരു 6 എണ്ണം. അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, വെറുതെ നോസ്പാനിട്ട് വഴറ്റിയിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് കഴുകിയ ചിക്കൻ എടുത്തിടുക. ചിക്കനും മിക്സ് ചെയ്ത് മുടി വെക്കുക. മുടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ആ നീരാവിയായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ, അത് അതിലേക്ക് തന്നെ കുടച്ചിടുക. മിക്സ് ചെയ്തിട്ട് ഉപ്പിടുക. ഒപ്പം ഇത്തിരി അധികം കുരുമുളക് ചതച്ചിട്ടില്ല, കുരുമുളക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പൊടിയായിട്ട് ഇടുക. എന്നിട്ട് വീണ്ടും മൂടി വെക്കുക. ഒന്നും കൂടെ എടുത്ത് വെക്കുക. ഒരു വാഴയിലയും കൂടെയൊക്കെ എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടിയിട്ട്, ഒന്നുമില്ലാത്ത വേപ്പിലയോ ഒന്നുമില്ലെങ്കിലും അപാര ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ ചോറിനും കഴിക്കാം, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ വിഷമില്ലാത്ത. മസാല വേണ്ട, മുളക് പൊടി വേണ്ട, ചിക്കൻ കറുകപ്പെട്ട മറ്റത് മറിച്ചത് ഒന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും. അത് നമ്മൾ വെറുതെ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിപ്പിച്ചൊരു കറിയാണ്. ഞങ്ങൾ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അനീസ് കിച്ചണില്. എന്തായാലും സോ ഹാപ്പി എന്റെ അനീസ് കിച്ചണിൽ വന്ന് എന്റെ ഷോയിലേക്ക് ഒന്ന് പങ്കുചേർന്നതിന് ഐ എം സോ താങ്ക്ഫുൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതിലും എൻ്റെ ഭാര്യനെ കൊണ്ടൊന്ന് കാണിക്കാൻ സാധിച്ചതിലും എനിക്കും വളരെ സന്തോഷം. അമൃത ടിവിയോടും ചേച്ചിയോടുള്ള സന്തോഷം. ഇനിയും ഒരുപാട് നല്ല എപ്പിസോഡുകളുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരുപാട് കറികൾ ഇപ്പോൾ തന്നെ ആൾക്കാർ നിങ്ങൾ വെക്കുന്ന കറികൾ വെക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മ വരും. ഇത് ആനി വെച്ച കറിയാ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തിന്നാൽ മോശമാണെങ്കിലും ഓർമ്മ ഉണ്ടാവും, നല്ലതാണെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ തിന്നുമ്പോൾ ഓർമ്മ ഉണ്ടാവും, ഇത് ഇന്ന ആളുടെ ഇതാണല്ലോ, പ്രൊഫഷൻ ആണല്ലോ നമ്മൾ വെച്ചേക്കണത്, പുള്ളി പറഞ്ഞതുപോലെയാണല്ലോ വെച്ചേക്കണത് എന്നുള്ളൊരു സ്നേഹം ഉണ്ടാവും. ഭക്ഷണം എപ്പോഴും വിളമ്പുകയും കൊടുക്കുകയും ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്.